ഹലോ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മൾബറിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇന്ന് വിചാരിച്ചു നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, അപ്പം നമുക്കൊരു ഔട്ടിങ് ആയാലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പ്ലാൻ ഇടുമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ പറഞ്ഞ് നമ്മളെപ്പോഴും പോയ സ്ഥലത്ത് തന്നെ ഇനി പോവണ്ട, നമ്മൾ കാണാത്ത സ്ഥലത്ത് നമുക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ 11 വർഷമായി ബഹ്റൈനിൽ കേട്ടോ. ഞാൻ ഇതുവരെ ലൈഫ് ഓഫ് ട്രീ കണ്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് ലൈഫ് ഓഫ് ട്രീ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു വീഡിയോ അല്ല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അതിൻ്റെത് വിശദമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു യാത്രയിലൂടെ കണ്ട ഒരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ യാത്ര തുടർന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അങ്ങോട്ട് പോയി ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം പാലസ് ഏരിയയിലെത്തി. പാലസ് ഏരിയയിൽ നമുക്ക് രണ്ട് സൈഡും നിറയെ മൾബറി പൂത്ത് ഇങ്ങനെ കിടക്കണ കണ്ടു. പക്ഷേ പാലസ് ഏരിയയിലായതുകൊണ്ട് നമുക്കത് പറിക്കാനോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും നമുക്ക് സാധിച്ചില്ല. നമുക്ക് ഭയങ്കര വിഷമായിപ്പോയി ശരിക്ക്. മൾബറി ഇങ്ങനെ പൂത്ത് ഇങ്ങനെ ചുമന്ന് കറുത്ത് തുടുത്ത് കിടക്കുകയാണ് ഇങ്ങനെ. പക്ഷേ നമുക്ക് സാധിക്കുന്നില്ല പറിക്കാൻ വേണ്ടി. കാരണം പാലസിൻ്റെ ഏരിയയിലായതുകൊണ്ട് ക്യാമറ ഉപയോഗിക്കാനോ അത് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അത് പറിച്ചെടുക്കാനോ ഒന്നും നമുക്ക് ആർക്കും പെർമിഷൻ ഇല്ല. ഇങ്ങനെ കണ്ടാൽ എങ്ങനെ നമ്മൾ പറിച്ചെടുക്കാണ്ടിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചെറിയ കുഞ്ഞുങ്ങളായാലേ ആ ചെടി പോലും ആ പ്രദേശത്തൊന്നും വെക്കാൻ സമ്മതിക്കത്തില്ല, അത് ഉറപ്പാണ്. അപ്പം നമ്മൾ ആ ഒരു സങ്കടത്തോടെ നമ്മൾ എന്നാൽ വണ്ടിയെടുത്ത് മുന്നിലോട്ട് പോകാമെന്ന് മുന്നിലോട്ട് അങ്ങ് നീങ്ങി നമ്മുടെ ഈ ഒരു ലൈഫ് ഓഫ് ട്രീയുടെ ആ ഒരു അടുത്തെത്താനാണ് സമയത്ത് റോഡ് സൈഡിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു ചെടിയിൽ നിറയെ അങ്ങ് അത്തിക്കായ് പൂത്ത പോലെ മൾബറി പഴം പൂത്ത് കിടക്കാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളെല്ലാവരും ചാടി ഇറങ്ങി നിറയെ കയ്യിൽ പറിച്ചെടുത്തു. നല്ല എന്താ പറയുക, പഴുത്ത പക്ഷികൾ പോലും കഴിക്കണില്ല, അത് വേണ്ട. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചെടി പോലും ഒന്ന് കാണാൻ പോലും കിട്ടുകയുണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ പൂത്ത് കിടക്കുന്ന കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മളെല്ലാവരും അത് പറിച്ചെടുത്തു. അപ്പം പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് നമുക്കിത് ജ്യൂസ് ഇട്ട് അടിച്ച് കുടിക്കാൻ വീട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പലഹാരം ഇതുകൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ടുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറിച്ചെടുക്കണത്. അപ്പം നമ്മളീ പറിച്ചെടുക്കുന്ന കണ്ടിട്ട് പിന്നെ എല്ലാവരും പറയാണ് അതിൽ റോഡ് സൈഡാണല്ലോ അവിടെ. പക്ഷേ ഇതൊന്നും വളർത്തുന്നതോ ആരെങ്കിലും വളർത്തിയതോ അല്ലെങ്കിൽ അതിനൊരു തുള്ളി വെള്ളം ഒഴിച്ചതോ അതൊന്നുമല്ല. ആ ചുറ്റുവട്ടത്ത് പോലും ഒരു തുള്ളി വെള്ളം ഇതിന് വീഴേണ്ട ഒരു സാഹചര്യം ഇല്ല. ഇതിങ്ങനെ പൂത്ത് തളിർത്തത് എങ്ങനെയാണെന്ന് അറിയുക പോലും ചെയ്യുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു ചെടിയാകുമ്പോൾ അതിന് ഇച്ചിരി വെള്ളമൊക്കെ തട്ടിയാലല്ലേ കായ്കളും ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും അതിശയപ്പെട്ടു പോന്നു അത് പൂത്ത് നിറഞ്ഞ് കാണുമ്പോഴേ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാം പറിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ശരിക്കും 5-6 ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൈ നിറയുമ്പം ആ ചെടി അങ്ങ് തീർന്നു, ഇനിയൊന്നും ബാക്കിയില്ല അതിൽ. പിന്നെ ഇച്ചിരി വളർന്ന് വരുന്നൊരു കുഞ്ഞു ചെടികളും കുഞ്ഞു പഴങ്ങൾ മാത്രമേ ബാക്കി വെച്ചുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ പറിച്ചെടുത്തായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും കൈ നിറയെ പറിച്ചേച്ച് നമ്മൾ വണ്ടിയിലേക്ക് എത്തിയത് സത്യമായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. വേറെ ഒന്നും ഓർമ്മയില്ല. കാരണം എന്താണെന്നറിയാമോ, അതെടുത്ത് എല്ലാവരും വണ്ടിയിൽ നിന്ന് തന്നെ എടുത്തിരുന്ന് കഴിച്ചു. വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആ കാര്യം മറന്നുപോയി. കാരണം വായിലിങ്ങനെ ഇട്ടാൽ നമുക്ക് അലിഞ്ഞ് പോവാണ്. കാരണം പഴുത്ത് അങ്ങ് ഇതായതാണ്. ശരിക്കും തൊടുമ്പോൾ തന്നെ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചാറൊക്കെ ഇങ്ങനെ വരുന്നതാണ്. നല്ല വൃത്തിയായി തുടച്ച് നമ്മൾ കഴിച്ചു. അത് വായിലിട്ടത് മാത്രം ഓർമ്മയുണ്ട്. അതങ്ങനെ ഇറങ്ങിപ്പോവാണ്, അത്രയും പഴുത്ത്. അതിൻ്റെ ടേസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി പുളിയോട് കൂടിയുള്ള ഒരു മധുരമാണ്. ഏറ്റവും കറുത്ത് കിടക്കുന്ന സാധനത്തിനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തോളൂ കേട്ടോ. ബൈ.